അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫിഡ്ജറ്റ് സ്പിന്നർ വീലാണ് വേണ്ടത്. അതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഇതുപോലെ ചെറിയൊരു റൂൾ പെൻസിലിൻ്റെ പീസോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു വുഡിൻ്റെ ഒരു കഷ്ണം നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മളിവിടെ ഒട്ടിക്കുന്നത് ഇതുപോലെ ഒരു സ്റ്റാൻഡ് പോലെ നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കൃത്യം സെൻറ്ററാക്കിയിട്ട് നമുക്കൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു 3 മാഗ്നറ്റാണ്. ഇത് നിയോഡിയം മാഗ്നറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു സ്പിന്നർ വീലിൻ്റെ ഇതുപോലുള്ള 3 കോർണറിലും നമുക്ക് ഈ എഡ്ജിൽ നമുക്ക് സൂപ്പർ ഗ്ലൂ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ സെൻറ്റർ ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു മാഗ്നറ്റ് ഈ ഒരു സ്പിന്നർ വീലിൻ്റെ 3 കോർണറിലും ഇതുപോലെ ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊരു സ്റ്റാൻഡിൽ വെക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു വുഡിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. അതിൽ ചെറിയൊരു ഹോൾ അടിച്ചിട്ട് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിന് ശേഷം ഇതിങ്ങനെ കറക്റ്റ് സെൻറ്റർ ചെയ്തതിന് ശേഷം ഒന്ന് ഗ്ലൂ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് 0.4 mm കോട്ടഡ് കോപ്പർ വയറാണ്. ഇത് നമ്മുടെ മോട്ടോർ വൈൻഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പാണ്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു 100 ടേൺ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കണം. 100 ടേൺ. അതുപോലെ ഇതിന് ഇന്നറിൽ വരുന്നത് ഏകദേശം 2 സെൻറ്റിമീറ്റർ ഇതിൻ്റെ സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പേപ്പർ റോൾ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടെ വൈൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു നൂല് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഊരി പോവാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ലൂസ് ആവാതിരിക്കാനായിട്ട് നൂല് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കെട്ടിയെടുക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എടുത്ത വയറും അവസാനം വന്ന വയറും ഇതുപോലെ ഒരു വയറിൻ്റെ മുകളിൽ സോൾഡർ ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കോയിൽ ഈ ഒരു മാഗ്നറ്റിൻ്റെ ഏകദേശം സെൻറ്റർ വരുന്ന രീതിയിൽ അടിയിൽ ഗ്ലൂ വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം സെൻറ്ററായി വരും. ആ രീതിയിൽ നമുക്കൊരു ചെറിയൊരു വുഡിൻ്റെ പീസ് ഇവിടെ ഗ്ലൂ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്കിവിടെ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു റീഡ് സ്വിച്ചാണ് വേണ്ടത്. ഇത് മാഗ്നറ്റ് റീഡ് സ്വിച്ചാണ്. ഇതിൻ്റെ അടുത്ത് മാഗ്നറ്റ് വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള കോണ്ടാക്ടർ തമ്മിൽ കോണ്ടാക്റ്റ് ആവും. അപ്പോൾ ഇതിൽ കൊടുത്ത സപ്ലൈ ഈ ഭാഗത്തൂടെ വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഈ ഒരു സ്പിന്നർ വീലിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്കിവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ റീഡ് സ്വിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പൊസിഷൻ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു മാഗ്നറ്റ് കോയിലിൻ്റെ സെൻറ്ററിൽ വരുന്ന സമയത്ത് ഇത് കോണ്ടാക്റ്റ് ആവണം. അപ്പോൾ ആ രീതിയിൽ വേണം അത് വെക്കാനായിട്ട്. സെൻറ്ററിൽ നിന്നും കുറച്ച് അങ്ങോട്ട് പോയി നിൽക്കുന്ന രീതിയിൽ വേണം. അതായത് സെൻറ്ററിൽ എത്തിയ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങോട്ട് റിവേഴ്സ് വരും. അപ്പോൾ കുറച്ച് അങ്ങോട്ട് ഒരു 2 mm അങ്ങോട്ട് പോയതിന് ശേഷം വേണം ഈ ഒരു റീഡ് സ്വിച്ച് ഓൺ ആവുന്നതിന് വേണ്ടിയിട്ട്. ഓണായ സമയത്ത് വീണ്ടും ഇത് ഇവിടെ അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ അടുത്ത മാഗ്നറ്റ് ഇവിടെ വരും. ആ വരുന്ന സമയത്ത് വീണ്ടും റീഡ് സ്വിച്ച് ഓണാകുമ്പോൾ ഇത് വീണ്ടും അങ്ങോട്ട് മൂവ് ആവും. അപ്പോൾ അതാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു 1.5 ബാറ്ററി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൽ കണക്ട് ചെയ്തതിന് ശേഷം ഇത് കറക്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ആ ഒരു പൊസിഷൻ നോക്കിയതിന് ശേഷം ഇതിവിടെ ഒരു ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ ഇതിവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു കോപ്പറിൻ്റെ കമ്പി വെച്ചിട്ട് ഇവിടെ ഗ്ലൂ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇതിവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതൊരു ചെറിയൊരു സോളാർ പാനലാണ്. 0.5 വോൾട്ടാണ് ഇതിന് മാക്സിമം കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പാനൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് വർക്ക് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ ചെറിയൊരു സ്റ്റാൻഡ് അങ്ങനെ ഒരു ചെരിവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലൊന്ന് കണക്ട് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ കണക്ഷൻ കൊടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മളിവിടെ കാണുന്നത് കോയിലിൽ നിന്ന് വരുന്ന 2 വയറാണ്. അതുപോലെ റീഡ് സ്വിച്ചിൻ്റെ 2 വയറുണ്ട്, സോളാറിൻ്റെ 2 വയറുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കോയിലിൻ്റെ ഒരു വയറും അതുപോലെ റീഡ് സ്വിച്ചിൻ്റെ ഏതെങ്കിലും ഒരു വയറും എടുത്തതിന് ശേഷം ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക.
ബാലൻസ് നമുക്ക് ഒരു കോയിലിൻ്റെ വയറും ഉണ്ട്, അതുപോലെ ഒരു റീഡ് സ്വിച്ചിൻ്റെ വയറും വരുന്നുണ്ട്. ആ 2 വയറും നമുക്ക് ഓരോ വയറായിട്ട് സോളാറിലും കൊടുക്കാം.